ആവർത്തിക്കേണ്ട ഒരു സാഹചര്യം. എന്നാലോ ഒരാളോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ വയനാട് നമുക്ക് മുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വയനാടിന്റെ ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്ക് ഓർക്കാനുള്ളത് അവിടുത്തെ അവസ്ഥകൾ നമുക്കറിയാം. ആ സ്ഥാനത്ത് ഞാനാണ്, നിങ്ങളാണ് എന്നൊന്ന് സങ്കല്പിച്ചാൽ പൂർണ്ണമായി നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇപ്പോഴും തന്റെ ഉറ്റവരും ഉടയവരും മരിച്ചിട്ടുണ്ടോ, അതല്ല ജീവനോടെ ബാക്കിയുണ്ടോ എന്ന് അറിയാൻ കഴിയാതെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവന്റെ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഭാര്യനും ഉമ്മനെ വാപ്പനെ ഒരു 10 മിനിറ്റ് കാണാൻ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആവലാതിയും ആദ്യവും ഒക്കെ നമുക്കറിയാം. ദിവസങ്ങളായിട്ടും 2-3 ദിവസമായിട്ടും ഇല്ല, കാണുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിനൊരവസ്ഥ? ആ സ്ഥാനത്ത് നമ്മളെ സങ്കല്പിക്കുക. ഇത്തരത്തിലുള്ള ബലാഹുകൾ വരുമ്പോൾ ഈ ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നതാണ് വീണ്ടും വീണ്ടും നമുക്ക് പറയാനുള്ളത്. അതിന് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ പോരായ്മയാണ്. പടച്ചറപ്പ് ഇനിയും ഉണർത്തും. ഇതിൽ നമ്മൾ പാഠം പഠിച്ചില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇനിയും അല്ലാഹു നമ്മളെ ഉണർത്തും. അതിന് അവസരം കൊടുക്കാതെ റബ്ബിന് അതിനുള്ള അധികാരവും അവകാശവും ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. ഒരു അദാബ് വരുമ്പം ആ അദാബിൽ അകപ്പെട്ടവർക്കും പരീക്ഷണമാണ്, അദാബിനെ നോക്കിക്കാണുന്നവർക്കും അത് പരീക്ഷണമാണ്. രണ്ടുപേർക്കും പരീക്ഷണമാണ്. അദാബിൽ അകപ്പെട്ടവർക്കുള്ള പരീക്ഷണം നമ്മൾ വിശ്വാസിയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം മതിയാവൂല. അങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രം അള്ളാഹു നമ്മളെ ശിക്ഷിക്കാതിരിക്കുകയും ഇല്ല എന്ന ഖുർആൻ പറയുന്നത്. നേരെ മറിച്ച് ആ ഈമാൻ നമ്മൾ പറഞ്ഞ തൊള്ള കൊണ്ട് പറയുന്ന ആ ഈമാൻ യാഥാർത്ഥ്യമാണോ എന്ന് റബ്ബ് പരീക്ഷിച്ചു നോക്കും. ഇവിടെ ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ഈമാനിനെ റബ്ബ് പരീക്ഷിക്കുകയാണ്. ആ പറഞ്ഞത് സത്യമാണോ കളവാണോ എന്ന്. ഈ പരീക്ഷണങ്ങൾ എങ്ങനെയാണ്, ഏത് നിയ്യത്തിലാണ് അവർ നേരിട്ടത്, അതിനനുസരിച്ചാണ് നാളെ അവരുടെ പുനർജന്മം ഉണ്ടാവുക, അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുക, അവർക്കുള്ളതായ പ്രതിഫലവും ശിക്ഷയും ഉണ്ടാവുക. അപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളെങ്കിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും എഴുതി വിടുന്നത് ദൈവം ഇത്ര ക്രൂരനാണോ, ഇതൊക്കെ കാട്ടിക്കൂട്ടിയ ദൈവത്തോട് ഇനി എന്ത് പ്രാർത്ഥിക്കാനാണ് എന്ന്. അവിടെയാണ് നമ്മുടെ ഈമാൻ ചോർന്നൊലിച്ചു പോകുന്നത്. വയനാടിന്റെ ഉരുൾപൊട്ടി ഒലിച്ചുപോയ മൃതശരീരങ്ങൾക്കൊപ്പം ഇത് നോക്കിക്കാണുന്ന നമ്മളെ പോലത്തെ പലവരുടെയും ഈമാനും ആ കൂട്ടത്തിൽ ഒലിച്ചുപോയി. അതാണ് റബ്ബ് നമ്മളെ പോലോരുത്തരെ പരീക്ഷിക്കുന്നത് ഈ അദാബിലൂടെ. നമ്മൾ എങ്ങനെ ഇതിനെ സമീപിക്കുന്നു എന്ന. എന്തുകൊണ്ട് നമ്മളെ പടച്ച റബ്ബിന്, ഇത്രയും കാലം നമ്മളെ തീറ്റി പോറ്റിയ റബ്ബിന്, ഓരോ നിമിഷത്തിനും നമുക്ക് വേണ്ട എല്ലാം തരുന്നവന്, ഒന്നും നമ്മൾ ചോദിക്കാതെ ഓരോ സെക്കൻഡിലും ശ്വസനം പോലും നിലനിർത്തി തരുന്ന റബ്ബിന് നമ്മളെ ശിക്ഷിക്കാൻ അവകാശമില്ലേ? നമ്മളെ പരീക്ഷിക്കാൻ അവകാശമില്ലേ? അത് ചെയ്യുന്നത് എങ്ങനെ ക്രൂരതയാവാം? റബ്ബിനോട് അങ്ങോട്ട് ചെയ്തൊന്നും ക്രൂരതയായി നമുക്ക് തോന്നുന്നില്ല. ഈ മനുഷ്യന്മാര് അടിയാളുകളായ നമ്മൾ മുഴുവനും റബ്ബിനോട് ചെയ്യുന്ന ക്രൂരതയോ, ആ ക്രൂരതക്ക് റബ്ബ് തിരിച്ചു തരുന്നതല്ലേ? അപ്പൊ റബ്ബ് ചെയ്യുന്നത് മാത്രം ക്രൂരതയായി പോകുന്നത് എങ്ങനെയാണ്? അതിനെ ക്രൂരതയായി കാണുന്ന നമ്മളുടെ ഈമാനിനെയാണ് റബ്ബ് അവിടെ പരീക്ഷിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകരുത്. ഇതിനൊക്കെയുള്ള അവകാശം അള്ളാഹുവിനുണ്ട് എന്നാണ്. നമ്മൾ ഇതിനെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് റബ്ബ് നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരൊറ്റ വാക്കുകൊണ്ട് അള്ളാഹുവിനുള്ള നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നുള്ള റബ്ബിന് ബോധ്യായി. അപ്പൊ അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും ഇത് പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തെ അതിജീവിക്കാൻ നമ്മളെല്ലാവരും ഒപ്പം ഉണ്ടാവണം. ഈ തകർന്ന വയനാടിനൊപ്പം നിൽക്കാൻ നമ്മളുണ്ടോ എന്നും റബ്ബ് നോക്കുന്നുണ്ട്. അത് റബ്ബിന്റെ പരീക്ഷണ. നമുക്കൊന്നും പറ്റിയില്ലല്ലോ, നമ്മൾ സേഫ് ആണല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. ഒരു മനുഷ്യന്റെയും ആയുഷിന് അതിർവരമ്പില്ല എന്നൊരിക്കൽ കൂടി തലേന്ന് രാത്രി ഒന്നുകൂടി എന്താക്കിയിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവർ. ഇപ്പൊ ശിഹാബ് വൈസ് എന്ന് പറയുന്ന മുണ്ടക്കയത്തെ ഖത്തീബിന്റെ വീടിന്റെ പണി പോലും പകുതിയായിട്ടുള്ളൂ. അദ്ദേഹം മെസ്സേജ് വിട്ടപ്പോഴും ഉമ്മ വിളിച്ചപ്പോഴും പറഞ്ഞതെന്താ, ഞാൻ മാത്രം എന്തിനാ രക്ഷപ്പെടുന്നത്? എന്റെ നാട്ടിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയോടുള്ള ഒരു മഹലിൽ എല്ലാവരും ഈ ദുരന്തത്തിൽ പെടുകയാണെങ്കിൽ ഞാൻ മാത്രം എന്തിന് രക്ഷപ്പെടുന്നത്? ഉമ്മയോട് പറഞ്ഞ ഒരു പണ്ഡിതനാണ് അദ്ദേഹം. നോക്കൂ നിങ്ങള്. അപ്പൊ നമ്മുടെയൊക്കെ ഈമാനിനെ റബ്ബ് അടക്ക ഇതിലൂടെ ഓരോരുത്തരുടെയും ഈമാൻ, ഇതിലകപ്പെട്ടവന്റെയും ഇത് നോക്കിക്കാണുന്നവന്റെയും മനസ്സുകൊണ്ടെങ്കിലും അവർക്കൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയോ എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരിക്കാൻ പോവാണ്. അതിന്റെ മുമ്പായി ഓരോരുത്തരും ആ നാടിനെ പുനർജീവിപ്പിക്കണം. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷണം മറ്റു സാധനം കൊണ്ടു ചെല്ലുമ്പോ അവര് പറയുന്ന അതൊക്കെ ഇവിടെ ആവശ്യത്തിനുണ്ട്, തിന്നാൻ ആളില്ല, ഉറ്റവരൊക്കെ മരണപ്പെട്ടു പോയിരിക്കുകയാണ്, വേണ്ടത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് സ്വന്തമായ ഒരു കൂരയാണ് എന്ന
അവർക്ക് ചെറുതായ ഒരു വീട് നമ്മളെല്ലാവരും കൈകോർത്താൽ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും. സർക്കാരിന് മാത്രം അത് ഏറ്റെടുത്ത് നടക്കാൻ കഴിയൂല. അതിനോടൊപ്പമാണ് നമ്മുടെ സമസ്ത പോലത്തെ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ കൈകോർക്കുന്നത്, വ്യക്തികളൊക്കെ കൈകോർക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്നത് എന്റെ കയ്യിൽ നൽകിക്കൊണ്ട് സമസ്തയുടെ ആ പുനരധിവാസ ഫണ്ടിലേക്ക് നമുക്ക് നമ്മുടെ മഹല്ലിൻ്റെതായ ഒരു വിഹിതം, മോശമാവാത്തൊരു വിഹിതം, നല്ല നീയത്തോടു കൂടി നമ്മളെ വേറെ ഒരു ചിന്തയും വെക്കാതെ, ഇതിന്റെ പിന്നിൽ വേറൊരു ലക്ഷ്യവുമില്ല, അർഹരുടെ കരങ്ങളിലേക്ക് എത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതിനോടൊപ്പം ഇത്തരം ബലാഹുകള് നാളെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ട മുഹമ്മദ് കയുടെ ബന്ധത്തിൽപ്പെട്ട 3 വയസ്സുള്ളൊരു പിഞ്ചോമന മോള് ഇപ്പോഴും ആ കുട്ടിയുടെ മയ്യത്താണോ അതല്ല ജീവനോടെയാണോ എന്നറിയാതെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിന് ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി, അങ്ങോട്ട് വിസിറ്റിന് പോയവരാണ്. അങ്ങനെ എത്രയോ ആളുകൾ കുടുങ്ങിപ്പോയവരുണ്ട്. അവരുടെയൊക്കെ ബാക്കിയുള്ളവരുടെ ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് പഠിക്കാൻ മാത്രമുള്ളതാണ്. ഇനിയും പഠിക്കണില്ലെങ്കിൽ, ഇനിയും നമുക്ക് തോന്നില്ല, റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ തോന്നണില്ലെങ്കിൽ അടുത്തൊരു അദാബ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇത് അള്ളാഹു നൽകുന്ന ഓർമ്മപ്പെടുത്തലുകളും താക്കീതുകളുമാണ്. റബ്ബിന് ഇതിനൊക്കെയുള്ള അധികാരങ്ങളുണ്ട്, അള്ളാഹുവിന് ഇതിനൊക്കെയുള്ള അവകാശമുണ്ട്. അള്ളാഹു ക്രൂരനായതുകൊണ്ടല്ല, നമ്മൾ ക്രൂരനാകുമ്പോഴാണ് തിരിച്ച് അള്ളാഹു നമ്മളോടും ക്രൂരത കാണിക്കുന്നത്. 99 സിഫത്തുകൾ റബ്ബിനുണ്ട്. അതിൽപ്പെട്ടതാണ് കാരുണ്യവാനാണ് റബ്ബ്, കരുണയുള്ളവനാണ് റബ്ബ്. അതാണ് റബ്ബ് എല്ലായിടത്തും എടുത്തെടുത്ത് പറയുന്നത്. അതേ റബ്ബ് ഖഹാറാണ്, അതേ റബ്ബ് ജബ്ബാറാണ്, അതേ റബ്ബ് എല്ലാ നിലക്കും നമ്മളെ ശിക്ഷിക്കാനും അതേപോലെ നമ്മുടെ മേൽ എല്ലാത്തിനും അധികാരമുള്ളവനാ. ആവശ്യപ്പെടുമ്പോൾ റബ്ബ് ആ സ്വഭാവമൊക്കെ എടുക്കും. എങ്ങനെ? റബ്ബിനോടുള്ള നമ്മുടെ പെരുമാറ്റ സ്വഭാവം അനുസരിച്ച വിനയാനിധരായി മാറുക. നമ്മളൊന്നുമല്ല രാത്രി സ്വപ്നം കണ്ട് കിടക്കുന്ന നമ്മൾ നേരം പുലരുമ്പോ ഒരു പക്ഷേ ഈ നമ്മള് പൊന്നാനിയുടെ അങ്ങോട്ട് നിലമ്പൂരിലെ ചാലിയാറിന്റെ ഈ വെള്ളത്തിൽ നിന്നാവും നമ്മുടെ ബോഡി കിട്ടുക. ആലോചിച്ചു കേൾക്കുന്ന ഒരു അവസ്ഥ എത്ര! 26ഓളം കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു മനുഷ്യന്റെ ബോഡി എത്തണമെങ്കിൽ ഉരുൾപൊട്ടിയിട്ട് വന്ന വെള്ളത്തിന്റെ മലവെള്ളപ്പാച്ചിന്റെ ശക്തിയൊക്കെ എത്ര! ആ ഒരു മനുഷ്യനുണ്ടായിത്തീരുന്ന ഒരവസ്ഥ, ചിന്തിച്ചിതറിയ ശരീരാവയവങ്ങൾ കിട്ടണമെങ്കിൽ ആ ബോഡി എവിടെയൊക്കെ തട്ടി മുറിഞ്ഞുപോയി. ഇനിയും ബാക്കിയുള്ള ശരീരഭാഗം കിട്ടാതിരിക്കുമുണ്ടാകുന്ന ഒരവസ്ഥ. ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് സുജൂദിൽ വീഴാൻ ഇനിയും തോന്നണില്ല. പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ സുബൈക്ക് ഇനിയും നമുക്ക് ഉറക്കനാണെങ്കിൽ അടുത്തൊരു അദാബിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. ചിന്തിക്കാനും ചിന്തിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കണം. അതിന് മുമ്പ് ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഇതൊരു സാധാരണ പിരിവല്ല, ഒരു നാടിനെ രണ്ടാമത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പിരിവാണ്. അത് നമ്മുടെ മഹല്ലത്തിന്റെ നല്ല ഒരു ഭാഗതേയം അതിലുണ്ടാവണം. എല്ലാ ആളുകളും ഇരിക്കുന്നവരൊക്കെയും എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരിക. പടച്ചറപ്പ് നമ്മളെ എല്ലാ ബലായിൽ നിന്നും മുസീബാത്തിൽ നിന്നും രക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പോകൂ. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് എല്ലാ ആളുകളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ബറകത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ ആളുകളും ഒന്ന് സൗകര്യം ചെയ്ത് കൊടുത്താൽ മതി. ഈ മുന്നിലുള്ള ആളുകളൊന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ എല്ലാവർക്കും